കേരളത്തിനുള്ളിൽ CPM-നെയും ഇവിടുത്തെ LDF സർക്കാരിനെയും ബാധിച്ച ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലുപരി ഇവർ കുറെ ക്യാപ്സ്യൂളുകൾ ഇവരുടെ സഖാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട് വിതരണം ചെയ്യാൻ. അതിൽ ഒരെണ്ണം ഞാൻ വായിച്ചത്, ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച മലയാള മാധ്യമങ്ങൾ തമസ്കരിച്ച 5 വാർത്തകൾ. ഒന്ന്, കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ മഹാരാഷ്ട്രയിൽ 1,00,000 തൊഴിലാളികളെ അണിനിരത്തി CPM പ്രക്ഷോഭം. ശ്രദ്ധിക്കണം, കേരളത്തിലെ മാധ്യമങ്ങൾ വിട്ടുപോയതാണ്. കർണാടകയിൽ ബുൾഡോസർ കയറ്റി തകർത്ത ജീവിതങ്ങൾ ഇപ്പോഴും പെരുവഴിയിൽ പുനരധിവസിപ്പിക്കാതെ ഇവിടുത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഇവിടെ ആർക്കും വിലയിരുത്താൻ വയ്യ. ക്യാപ്സ്യൂൾ ഇറക്കി. മധ്യപ്രദേശിൽ മുസ്ലിം ഉടമസ്ഥതയിലുള്ള LP UP സ്കൂൾ ഇടിച്ച് നിരപ്പാക്കി. ഭയങ്കര വേദന ഇവിടത്തെ ഒരു സഖാവിന്റെ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയതും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയതും ഒന്നും ഇവർക്ക് ചർച്ച ചെയ്യണ്ട. മണിപ്പൂർ കലാപത്തിനിടെ ബലാത്സംഗത്തിനിരയാക്കിയ പെൺകുട്ടി കൊല്ലപ്പെട്ടു. അതും ഇവർക്ക് വേദനയുള്ള കാര്യമാണ്. മലയാള മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം ഇവിടുത്തതെല്ലാം ഇവർക്കെതിരാണല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയിൽ മുടക്കിയ 446 കോടിയിൽ 352 കോടിയും ചെലവഴിച്ചത് മോദിയുടെ മുഖം വെച്ച പരസ്യത്തിന്. മോദിയുടെ മുഖം വെച്ച പരസ്യമാണ് ഇവർക്ക് പ്രശ്നം. ഇവിടെ സകലത്തിലും പിണറായിയുടെ മുഖം വെച്ച് കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇവിടെ കാരുണ്യ ആരോഗ്യ പദ്ധതി മോദി സർക്കാർ നടപ്പിലാക്കിയതാണ്. അത് ഇൻഷുറൻസ് പദ്ധതിയാണ്. സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ കൂടുതൽ ചികിത്സാ സഹായം ലഭിക്കും. എനിക്ക് തോന്നുന്നു 5 ലക്ഷം വരെയാണ് തോന്നുന്നത് അതിൻ്റെത്. ആ പദ്ധതി പ്രകാരം എടുത്ത കാർഡുള്ളവർക്ക് ഇവിടുത്തെ ഒരു സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ പോയാലൊന്നും ആ കാർഡ് എടുക്കില്ല. ഇവിടെ കൂടുതലായി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് കേരളത്തിലും ബംഗാളിലും ഇത് നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ഒരാളോട് ചോദിക്കുമ്പോൾ അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട ഒരാൾ പറയില്ലേ, എന്നാ പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ പോയി ചികിത്സിച്ചാലോ എന്ന്. ഇവരൊക്കെ എത്ര വിവരമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. സഖാവായ ഒരു ഡോക്ടർ പറയുന്നതാണ്. ഇവരെയൊക്കെ ഡോക്ടർ എന്ന് വിളിക്കാൻ കഴിയുമോ? ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. അല്ല, ഇത് രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ മറ്റ് സ്റ്റേറ്റുകൾ എടുക്കും. കർണാടക, തെലങ്കാന പോലെ സ്റ്റേറ്റുകളൊക്കെ എടുക്കും. അവിടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലോ. അപ്പം അവിടെ ഈ കേന്ദ്രം കൊണ്ടുവരുന്ന നല്ല പദ്ധതികളൊക്കെ അവർ അവിടെ നടപ്പിലാക്കും. കാരണം അവിടെ ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിപരമായിട്ടുള്ള പൊളിറ്റിക്സ് അല്ല, ജനങ്ങൾക്ക് സഹായം കിട്ടരുത് എന്നുള്ളതല്ല. ഇപ്പം കേന്ദ്രം എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ അതിന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തടഞ്ഞു വെക്കുന്ന നയം CPM-നുണ്ട്. CPM-ന് പുറത്ത് ഇവർ ഭയങ്കര ശത്രുതാ മനോഭാവമൊക്കെ കാണിക്കും. ഉള്ളിൽ കൂടി ഭയങ്കര കൊളാബറിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ആണ്. പക്ഷെ അല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടണമെന്ന് ഇവർക്ക് ഒരിക്കലും ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതികൾ, ചികിത്സാ പദ്ധതികൾ, ഒരുപാട് പദ്ധതികളുണ്ട്, അത് ഇവിടെ നടപ്പിലാക്കാൻ ഇവർ കൊണ്ടുവരാത്തത്. കാരണം ഇത് ജനങ്ങൾക്ക് നേട്ടമുള്ളതാണ്. ജനങ്ങൾക്ക് ഇപ്പം പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരതിൽ തന്നെ 3-4 പദ്ധതികളുണ്ട്. അതിൽ ഒരു പദ്ധതിയിൽ അങ്ങനെ മാത്രമാണ് ഈ പറയുന്ന കേരളം ഒപ്പിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള പദ്ധതികൾ മുഴുവൻ വെറുതെ കിടക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഈ ജനങ്ങൾക്കല്ലേ ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നത്. ഈ സർക്കാർ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് ഇവിടെ ആളുകൾ കഷ്ടപ്പെടുകയാണ്. അപ്പൊ അത് ആലോചിക്കണ്ടേ? 2019 വരെ മാത്രമാണ് ഇപ്പൊ നിലവിൽ അവരെടുത്ത കാർഡുകൾ മാത്രമാണ് ഇത് കൊടുക്കുന്നത്. ഇനിയിപ്പോ മുൻപ്, അതായത് ജവഹർലാൽ നെഹ്റുവിന്റെയോ ഇന്ദിരാഗാന്ധിയുടെയോ കാലത്ത് തുടങ്ങിയ പദ്ധതികൾ പോലും ചിലപ്പോ ഈ CPM-ന്റെ സർക്കാർ കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അതെങ്ങനെയുണ്ട് നിർത്താൻ നോക്കാം. കോൺഗ്രസ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയെ ഞങ്ങൾ കാരണമാണ് കോൺഗ്രസ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്, ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണച്ച UPA ഗവൺമെന്റ് ആണ് ഇത് കൊണ്ടുവന്നത്, ഞങ്ങളുടെ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് അത് വന്നതെന്ന് തള്ളുന്ന ആൾക്കാരാണ് ഇവിടെ. പക്ഷെ വിഴിഞ്ഞം പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ എന്താ ഇവർ വാദിക്കുന്നത്? കല്ലിട്ടാ മാത്രം പദ്ധതി നടപ്പിലാവില്ല എന്ന ഇപ്പൊ പുതിയ ക്യാപ്സ്യൂൾ അതുണ്ട്. പക്ഷെ അതിന് കരുണാനിധി കൃത്യമായി മറുപടി പറഞ്ഞു. ഉമ്മൻചാണ്ടി വരെ ഒരു സർക്കാരിന് മാത്രം നേട്ടമല്ല എന്ന് കൃത്യമായി പറയുകയുണ്ട്. സമരം ചെയ്തതാരാ? അതാണ് ഞാൻ പറഞ്ഞത്. കടൽ കൊള്ള എന്ന് എഴുതിയതാരാ? ദേശാഭിമാനിയില് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഇത് കടൽ കൊള്ള എന്ന് എഴുതിയത് ആരായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ ഇവർ ഭരണത്തിൽ വരുന്ന സമയത്ത് ഇവർ പറഞ്ഞതെല്ലാം ഇവർ മാർക്കും. അങ്ങനെയാണ് ഇവരുടെ നിലപാട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തില് ഇപ്പോ ഇവർ അനുകൂലിക്കുന്ന, ഇവർ ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും നല്ല കാര്യം ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാം എതിർക്കുന്ന ഒരു സ്വഭാവമാണ് ആർക്കുള്ളത്? ഈ സർക്കാരിനുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഈ സ്വർണ്ണക്കൊള്ളയുമൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായി നിന്ന് ക്യാപ്സ്യൂൾ ഇറക്കി ന്യായീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് SIT വിശദീകരിച്ച് കോടതിയിൽ കുറ്റപത്രം കൊടുക്കുമ്പോൾ നമുക്ക് പറയാം, കോടതി ശിക്ഷിച്ചാൽ പറയാം. ഇല്ലെങ്കിൽ ഇപ്പോഴും എന്താണ് കുറ്റമെന്ന് അറിയില്ല. പക്ഷെ മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് കുറ്റമാണ്. മറ്റുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുന്നത് കോടതി പറയണ്ട, കോടതി വരെ വെറുതെ പെടണ്ട. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതൊരു മനുഷ്യനെയും കുറ്റവാളിയായി കാണുന്നതിന് മുമ്പ് കോടതി കുറ്റവാളിയാണ് എന്ന് വിധിച്ചാൽ മാത്രമേ അയാളെ കുറ്റവാളിയെ കാണേണ്ടതുള്ളൂ. സ്വാഭാവികമാണ്.
പക്ഷെ ഒരാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിൽ അന്വേഷിച്ച് അയാൾക്കെതിരെ തെളിവ് കിട്ടി എന്ന് വരികയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം. അയാൾ നിയമത്തിന്റെ വഴിയിലൂടെ കടന്നു പോയിട്ട് അയാൾ കുറ്റക്കാരനിലേക്ക് എന്താണ് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരട്ടെ. അല്ല, പക്ഷേ സ്വർണം കട്ടവരെ സംരക്ഷിക്കുമ്പോഴും സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പാട്ട് എഴുതിയ ആളിനെ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കുമായിരുന്നു. അതെ, ആ അറസ്റ്റ് പോയത് അന്ന് വളരെ വലിയ പ്രതിഷേധങ്ങൾ വന്നുകൊണ്ടാണ്, എതിർപ്പുകൾ ഉയർന്നതുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ആ പാട്ട് എഴുതിയ ആൾ ഇപ്പൊ അകത്ത് കിടക്കുമായിരുന്നു. അപ്പൊ എന്തായാലും ഈ SIT-യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SIT കളിക്കുന്ന കളികൾ അത്ര നല്ല കളികളല്ല. അത് ഒരുപക്ഷെ CBI അന്വേഷണത്തിലേക്ക് വരെ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാവുന്ന തരത്തിലേക്ക് പോവുകയാണ്. പക്ഷെ ഇവരെ കുറ്റം വേണ്ടി കാര്യമില്ല. ഇവരെന്താ ചെയ്യുക? കാരണം ഈ ആഭ്യന്തര വകുപ്പും ഇവരെ നിയന്ത്രിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോൾ SIT-ക്ക് എവിടത്തെ വരെ പോകാൻ പറ്റും? എന്ത് സഹായം ഇവർക്ക് കിട്ടും? കോടതിയോട് എന്ത് പറയാൻ പറ്റും? ഇവർ തൃശങ്കു സ്വർഗത്തിലാണ്. അതാണ് എന്ന് വെച്ചാൽ അതെ, അവരെന്താ ചെയ്യാ? അവർ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ അനുമതി കിട്ടുന്നില്ല. അപ്പൊ അത് ഹൈക്കോടതി പോയി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൂട്ടിലിട്ട തത്തേ എന്ന് പറയുന്നതായി മാറിക്കഴിഞ്ഞു SIT. അതെ, ഇവര് CBI കൂട്ടിലിട്ട തത്ത എന്നൊക്കെ പറയല്ലോ. ഇവർ വിജിലൻസിനെ പണ്ടേ കൂട്ടിലിട്ട തത്തയാക്കി. സംസ്ഥാന സർക്കാരിനെതിരെ എന്ത് അന്വേഷണം വരികയാണെങ്കിലും അത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും, എഴുതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ പിന്നെ CAG-യുടെ ഏതെങ്കിലും റിപ്പോർട്ട് വന്നു. CAG ഓഡിറ്റർ ജനറൽ ആണല്ലോ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആ CAG ഗുരുതരമായ പല ഘട്ടത്തിലും കണ്ടെത്തിയപ്പോൾ CAG-യുടെ തന്തയ്ക്ക് ഇളകി പറയുക. പാർട്ടിയെ തകർക്കാൻ, പിണറായി വിജയനെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ. അപ്പൊ പറയും അമേരിക്കൻ ബൂർഷ്വാ സിദ്ധാന്തം. CAG ഇങ്ങനെ വിചാരിക്കും ഇതെന്താ സംഭവം, CAG എന്തോ അമേരിക്ക ഇറക്കിയ ആളാണെന്നുള്ള തരത്തിലാണ് ഇവര് സംസാരിക്കുക. ബൂർഷ്വാ ആരാണെന്ന് 20 റെസീറ്റിൽ നിന്ന് 23.5 ലക്ഷം പിരിച്ചപ്പോൾ തന്നെ ഈ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള നിലപാടുകളാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും SIT-യെ വരെ ഇവർ എന്താണ് ഒരു തരത്തിൽ ഇങ്ങനെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി തങ്ങളുടെ സമ്മർദ്ദത്തിൽ നിർത്തി ഈ നേതാക്കന്മാരെ ഒക്കെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യമാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുടുങ്ങാൻ പോകുന്നത് ഒരു കടകംപള്ളി സുരേന്ദ്രനോ ഒരു PS പ്രശാന്തോ മാത്രമൊന്നുമല്ല. ഇത് വലിയൊരു ഒരു സ്കാമാണ്, ആ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് അന്ന് ഈ പറയുന്ന മുരാരി ബാബുവിനെയൊക്കെ ഈ കോട്ടയത്തെ അമ്പലത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അപ്പുറത്ത് കയറ്റിയ അന്ന് ഉണ്ടായിരുന്ന മന്ത്രി ആരാണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഇന്നത്തെ മന്ത്രിക്ക് ഇതിലുള്ള റോൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഏറ്റുമാനൂരിൽ നിന്ന് രക്ഷപ്പെടുത്തി അപ്പുറത്തേക്ക് കയറ്റിയതല്ല, നമുക്ക് പറ്റിയ ആൾ ഇവിടെ ഉണ്ട്, പോരട്ടെ ഇവിടെ ആ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ടല്ലോ. അന്നത്തെ മന്ത്രി ഒരു മഹാനായ മന്ത്രിയാണ്. അപ്പൊ ഇപ്പൊ കടകംപള്ളി മാത്രമൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിൽ പെടും എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് CPM ഈ കാര്യത്തെ പറ്റി എന്ത് ചെയ്യാത്തത്, പറയാതെ. ഇപ്പൊ തന്ത്രിക്കെതിരെ ഇപ്പൊ പറയുന്നില്ലല്ലോ. തന്ത്രി എന്തോ സംഭവം ചെയ്തു, തന്ത്രിയാണ് എല്ലാത്തിനും പേരിൽ പറഞ്ഞു വന്നു. നോക്കുമ്പോ തന്ത്രി എന്താ ചെയ്തത്? തന്ത്രി വാജിവാഹനം കൈമാറിയത് ഹൈക്കോടതി അറിയിച്ചുകൊണ്ടാണ്. അത് തന്ത്രവിധി പ്രകാരം ചെയ്തൊരു കാര്യമായിരുന്നു. അല്ലാതെ തന്ത്രി അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ തന്ത്രി ചെയ്ത തെറ്റ്, തന്ത്രിയുടെ ചില ഉടായ്പ പരിപാടികളുണ്ട് അവിടെ. ആ ഉടായ്പ പരിപാടികൾ പിന്നെ ഇവർ ദേവസ്വം ബോർഡിന്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കള്ളത്തരങ്ങൾക്ക് തന്ത്രി മൗനാനുവാദം കൊടുത്തു. അതാണ് തന്ത്രിയുടെ പേരുള്ള തെറ്റ്. തന്ത്രി ഒപ്പിട്ടു, തന്ത്രി ശരി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു, ശരി കൊണ്ടുവരും. ഇതാണ് തന്ത്രിയുടെ പേരിലുള്ള പ്രശ്നം. തന്ത്രിക്ക് അറിയാം ഈ കൊണ്ടുപോകുന്നത് കള്ളത്തരത്തിലാണ് എന്ന് പറയാം. പക്ഷെ ഇയാൾക്ക് ഇത് നിലനിൽപ്പില്ല. ഇല്ലെങ്കിൽ അവിടെ തന്ത്രിക്ക് കയറാൻ പറ്റില്ല. തന്ത്രി എല്ലാ ദിവസവും എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ദേവസ്വം ബോർഡ് വെച്ചാൽ തന്ത്രി എന്ത് പറയും? ഒന്നും പറയാൻ പറ്റില്ല. ഇവർക്ക് ഇതെല്ലാം കൂടെ തന്ത്രിയുടെ തലയിൽ വെച്ച് പതിയെ സ്കൂട്ടാവണമെന്നായിരുന്നു പ്ലാൻ. തന്ത്രി ഒന്നും അല്ല. ഈ കാര്യത്തിൽ തന്ത്രി വെറും മൗനാനുവാദ കളി മാത്രമാണ് കളിച്ചത് എന്നുള്ളത് കൃത്യമായ ബോധ്യം എല്ലാവർക്കും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവം വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ഈ നാറിയ കളികൾ, ഈ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നാറിയ കളികൾ ഇവരെ നിർത്തിയിട്ടില്ല എങ്കിൽ അത് വലിയ തിരിച്ചടി CPM ഉണ്ടാക്കും.